ഇവൻ ഈ കണ്ണട വെച്ചപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഒരു ഏലിയനാണെന്ന് മനസ്സിലാക്കി. പക്ഷേ കണ്ണട ഊരിയപ്പോൾ എല്ലാം സാധാരണ പോലെയായി. തെരുവിലൂടെ നടക്കുമ്പോൾ ബാർബർ ഷോപ്പിലെ ഉപഭോക്താക്കളും ധനികരായ സ്ത്രീകളും അന്യഗ്രഹ ജീവികളാണെന്നും മനുഷ്യർ അവരുടെ വേലക്കാരാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. ഒരു സൂപ്പർമാർക്കറ്റിൽ കയറിയപ്പോൾ 80% ആളുകളും ടിവി അവതാരകനും അന്യഗ്രഹ ജീവികളാണെന്ന് മനസ്സിലാക്കി. പെട്ടെന്നൊരു സ്ത്രീ ജേസനെ വന്നിടിക്കുകയും അവൻ അവളെ ശകാരിച്ചപ്പോൾ അവൾ വാച്ചിലൂടെ കൂടെയുള്ളവരെ വിവരമറിയിക്കുകയും ചെയ്തു. അവർ അവനെ ആക്രമിക്കാൻ വന്നപ്പോൾ ജെയ്സൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വഴിതടഞ്ഞ അന്യഗ്രഹജീവികളായ 2 പോലീസുകാരെ അവൻ അടിച്ചുവീഴ്ത്തി. കണ്ണട നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവരിൽ നിന്ന് ആയുധങ്ങൾ കൈക്കലാക്കി. ശേഷം ഒരു ബാങ്കിലേക്ക് ഓടിക്കയറിയ അവന്റെ നേർക്ക് സുരക്ഷാ ജീവനക്കാരൻ വെടിയുതിർത്തു. തിരിച്ച് വെടിവെച്ച ജേസനെ കണ്ട് ഭയന്ന അന്യഗ്രഹജീവികൾ വാച്ചിലെ സ്വിച്ച് അമർത്തി നിമിഷനേരം കൊണ്ട് അപ്രത്യക്ഷരായി. വാതിലിലൂടെ പുറത്തുകടന്ന അവൻ തന്നെ പിന്തുടർന്ന് ഡ്രോൺ വെടിവെച്ചിട്ടു. തുടർന്ന് ഹോളി എന്ന റിപ്പോർട്ടറെ കണ്ട് സത്യം തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ ഭ്രാന്തനാണെന്ന് കരുതി അവൾ അവനെ കുപ്പികൊണ്ട് തലക്കടിച്ച് താഴേക്ക് തള്ളിയിട്ട് പോലീസിനെ വിളിച്ചു. ജേസൺ തന്റെ സുഹൃത്ത് ടക്കറിനോട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും അവനും അത് വിശ്വസിച്ചില്ല. ഗത്യന്തരമില്ലാതെ കണ്ണട കിട്ടിയ സ്ഥലത്ത് തിരിച്ചെത്തി ചവറ്റുകുട്ടയിൽ നിന്ന് മറ്റൊരു കണ്ണട കണ്ടെത്തി. അവൻ ടക്കറിനെ കണ്ടെത്തി ബലമായി കണ്ണട ധരിപ്പിച്ചപ്പോൾ അവൻ സത്യം തിരിച്ചറിയുകയും ജേസനെ വിശ്വസിക്കുകയും ചെയ്തു. രണ്ടുപേരും ചേർന്ന് കണ്ണട ധരിച്ച മറ്റുള്ളവരെ തിരയുകയും ഒരു വൃദ്ധന്റെ സഹായത്തോടെ അണ്ടർഗ്രൗണ്ട് ഫാക്ടറിയിൽ എത്തുകയും ചെയ്തു. മനുഷ്യരുടെ കാഴ്ചയെ മറയ്ക്കാനും ചിന്താശേഷി ഇല്ലാതാക്കാനും അന്യഗ്രഹജീവികൾ ടിവി സിഗ്നലുകളാണ് ഉപയോഗിക്കുന്നതെന്ന് അവരുടെ നേതാവായ കാൾ വ്യക്തമാക്കി. അന്യഗ്രഹജീവികളെ തിരിച്ചറിയാനുള്ള പ്രത്യേക കോണ്ടാക്ട് ലെൻസുകൾ കാൾ അവർക്ക് നൽകുകയും സിഗ്നൽ ടവർ തകർക്കാൻ ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവിടേക്ക് ഇരച്ചുകയറിയ അന്യഗ്രഹ ജീവികൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ജേസണും ടക്കറും ഓടി രക്ഷപ്പെട്ടു. വഴിയിൽ നിന്ന് കിട്ടിയ ഒരു അന്യഗ്രഹ വാച്ച് ഉപയോഗിച്ച് സ്പേസ് പോർട്ടൽ തുറന്ന് അവർ ടിവി സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഗ്രനേഡ് എറിഞ്ഞ് അത് തകർത്തു. തുടർന്ന് മേൽക്കൂരയിലെത്തിയ ജേസൺ സിഗ്നൽ ട്രാൻസ്മിറ്റർ വെടിവെച്ച് തകർക്കുന്നതോടെ അന്യഗ്രഹ ജീവികളുടെ മറനീക്കപ്പെടുകയും മനുഷ്യർ യഥാർത്ഥ തിരിച്ചടി തുടങ്ങുകയും ചെയ്തു.